റിപ്പോർട്ടർ ഒരുക്കുന്ന അനന്തപൂരത്തിലേക്ക് സ്വാഗതം. അനന്തപൂരത്തിന്റെ നൈറ്റ് എഡിഷൻ ആകുമ്പോഴേക്കും പൂർണ്ണമായും കളർഫുൾ ആയി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ തലസ്ഥാനം. ആ കളറൊന്നും കുറയ്ക്കാതിരിക്കാനായിട്ടാണ് ഇവിടെ VS രഞ്ജിത്ത് സജസ്റ്റ് ചെയ്ത ഈ കൂളിംഗ് ഗ്ലാസ് ഈ രാത്രിയിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിപ്പോർട്ടർ ടിവിയുടെ ഒരു ആറാട്ട് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:30 മുതൽ കീ പ്ലേയേഴ്സുമായിട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. VS രഞ്ജിത്ത് എന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ കീ പ്ലേയേഴ്സുമായിട്ട് ഇറങ്ങിയ ഒരു ക്ലീൻ സ്വീപ്പിലേക്കാണ് ഇന്ന് നമ്മൾ പോയത്. നമ്മുടെ എൻറ്റയർ ടീം ഇവിടെയുണ്ട്. VS രഞ്ജിത്ത്, റോഷിബാൽ, ഷാബാസ്, റോഷ്നി, അരുൺ സോളമൻ, ആമിന, സിനിഷയലൂർ, അഞ്ജലി, ഒപ്പം അഷിൻ ഡിയാഗോ, അഷ്കർ അലി കരിമ്പ, ഇത്രയും പേരാണ്, ക്ഷമിക്കണം, അലി അക്ബർ ഷാ, അത്രയും പേരാണ് നമുക്കൊപ്പം ഇവിടെയുള്ളത്. മലപ്പുറത്താണ് അഷ്കർ, എനിക്കത് പേര് മാറിപ്പോയതാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ കൂടുതൽ കളറാക്കാൻ വേണ്ടി ഇതാ നമ്മുടെ പെർഫോമൻസുമായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനന്തപുരിയുടെ ഒരു നൈറ്റ് വൈബിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ വൈബോത്സവത്തിലേക്ക്, അനന്തപുരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. അനന്തപുരത്തിൽ ആറാടുകയാണല്ലേ നമ്മള്. ഇവിടെയാണ് ഇനി കലാവിസ്മയങ്ങൾ നടക്കാൻ പോകുന്ന പ്രധാന ഇടം. ഇതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉദിച്ചുയർന്ന ഒരു താരകം. ഇതാ ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ. മറ്റേ പൊന്നെ വീണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി. അങ്ങനെ നമ്മുടെ ടീം സെറ്റാണ്. ഇതാണ് അനന്തപുരത്തിനുള്ള ടീം റിപ്പോർട്ടർ. അനന്തപുരം. അപ്പൊ ഇതാണ് ഞങ്ങൾ പൊളിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിച്ചില്ലേ? ആ പൊളിച്ചതിന്റെ അനുഭവങ്ങളിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ റിപ്പോർട്ടറിന്റെ പവലിയന്റെ ഉദ്ഘാടനം ഇന്നാണ് നമ്മൾ നടത്തിയത്. ആ പവലിയൻ എന്ന് പറയുന്നത് ഒരു 26ാമത്തെ വേദിയായി മാറുകയായിരുന്നു. 25 വേദികളിലാണ് കലോത്സവം കളറായിട്ട് നടക്കുന്നതെങ്കിൽ ആ 26ാമത്തെ വേദി പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചത് റോഷ്നി, ഒപ്പം റോഷിബാൽ, ഈ റോറോ സഖ്യമാണ് ഇത് കാത്തു സൂക്ഷിച്ചത്. അപ്പൊ റോഷ്നിയുടെ അനുഭവത്തിൽ തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു 26ാമത്തെ വേദി അങ്ങോട്ട് ഏൽപ്പിച്ചപ്പോ? അതായത് 25 വേദികളിലുള്ള പല കുട്ടികളും 26ാമത്തെ വേദി എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിൽ ഈ പവലിയനിലെത്തി ഉഗ്രനായിട്ടുള്ള അവരുടെ കലാപ്രകടനങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അതിന്റെ പല കലാപ്രകടനങ്ങളും ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഷോയിൽ തന്നെ കാണിക്കും. അല്ലേ റോഷിബാൽ? പിന്നെ എത്ര പേരാ വന്നതെന്നറിയോ? മാത്രമല്ല അവർ വേദിയിൽ അവരെങ്ങനെ പെർഫോം ചെയ്തു അതിനേക്കാളും മനോഹരമായി അല്ലേ, തകർത്താടുകയായിരുന്നു നമ്മുടെ ഈ പവലിയനിലുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഓരോ വേദികളിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ കയ്യടിയുടെ. മാത്രമല്ല A ഗ്രേഡ് കിട്ടിയ കുട്ടികൾ ഒരുപാട് പേർ നമ്മുടെ കുറെ കുട്ടികൾക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് A ഗ്രേഡ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗംഭീര പെർഫോമൻസ് റോഷ്നി സ്വന്തം പവലിയനായിട്ട് അല്ലെങ്കിൽ ഒരു സ്വന്തം വീട് പോലെ ഇത് കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഈ